എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കൂടെയുള്ളത് മുസ്തഫ സഖാഫി എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ്റെ കൂടെയാണ്. കൂടെ ഈ നാട്ടുകാരനായ ഷുക്കൂർ അൽ ഫാദിലിയും മറ്റൊരു ദ്വീപ്, ലക്ഷദ്വീപുകാരന് തന്നെയാണ്, പക്ഷേ അമേനി ദ്വീപ് എന്ന് പറയുന്ന ദ്വീപിലെ അഷ്റഫ് അമാനി ഉസ്താദിൻ്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ആ നാട്ടുകാരനെ കണ്ടപ്പം സംസാരിക്കുന്ന രംഗമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം നമ്മൾ ഇന്നത്തെ ഫുഡൊന്നും നമ്മൾ വല്ലാണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് മറ്റൊരു സത്യം. ഒരുപാട് വെറൈറ്റി ലക്ഷദ്വീപ് മോഡൽ ഫുഡുകൾ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ലൈഫിൽ കഴിക്കാത്ത ഒരുപാട് ഫുഡുകളും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇതാ വീടിൻ്റെ തൊട്ടുള്ള വ്യൂ ആണ്. ആ വീടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലൊന്നും കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും വീട്ടിനുള്ളിൽ നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ ഇവിടെ കടൽക്കാറ്റുള്ളത് കൊണ്ട് പ്രകൃതി അടിപൊളിയാണ്. ആ വീടിൻ്റെ മുൻഭാഗമാണ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. കുറച്ച് മുൻപാണ് മഴ തോർന്നത്. അതുകൊണ്ട് പ്രകൃതി വല്ലാതെ ഇരുണ്ട് മൂടിയിട്ടുണ്ട്. ഈ ലക്ഷദ്വീപുകാർ പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ കരയിലുള്ളവർ, അതായത് കേരളക്കാരോട് പറയുന്നത്, നിങ്ങൾ കരയിലുള്ളവർ ഇതുപോലെ പ്രളയം വരുമ്പോൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? നിങ്ങളെ വീട് മലയിലാണോ? മല ഇടിയൂലേ? വയനാട് പ്രശ്നം കാരണം അവർക്ക് കേരളം എന്ന് കേൾക്കുന്നത് ലക്ഷദ്വീപുകാർക്ക് പേടിയുള്ളവരുണ്ട് പലവരും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, 4 ഭാഗം കടലുള്ള ഇവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാണ്. അതായത് നമ്മളെ കേരളത്തിലുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, പ്രളയം അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പം എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളെങ്ങനെ ചിന്തിക്കുക, ചുറ്റുപാടും കടലുള്ള ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് ഞാനടക്കമുള്ളവർ ചിന്തിക്കുന്നത്. പിന്നെ ആ ഉസ്താദ് എനിക്ക് പറയുന്നത്, ഈ പച്ച നിറത്തിലുള്ള വെള്ളം കണ്ടില്ലേ, അവിടെയാണ് ലഗോൺ ഫിഷ്. നമ്മൾ ഇന്ന് കഴിച്ചൊരു ഫിഷാണ് ലഗോൺ ഫിഷ്. നല്ല ടേസ്റ്റുള്ളൊരു ഫിഷാണ്, മീനാണത്. അത് ഇവിടെ നിന്നാണ് കിട്ടുകയെന്ന് എന്നോട് ആ ഉസ്താദ് പറഞ്ഞത്. ശേഷം നമ്മൾ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി കടൽ തീരത്തേക്ക് വന്നിട്ടാണ്. അവിടെ ഇരുന്ന് കടൽക്കാറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒരു വാഹനമൊക്കെ ഉണ്ട് തിരികെ പോകാൻ വേണ്ടി, നല്ലൊരു വാഹനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും പോവാണ്ട് നടക്കാൻ തീരുമാനിച്ചു കടൽ തീരത്ത് കൂടെ. കാരണം നിങ്ങളെയും കൂടെ വീഡിയോയിൽ കാണിക്കാമെന്നുള്ളത് കൊണ്ട്. ഒരുപാട് ആളുകൾക്ക് ലക്ഷദ്വീപ് വരാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ കാരണം ഉള്ളവർ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർ ആദ്യമായി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവരെ അവിടെ ആക്കിയിട്ട് കടൽ തീരത്ത് കൂടെ നടക്കാൻ തീരുമാനിച്ചു. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മണൽ കൂടെ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ചിന്തിക്കേണ്ടതുള്ളൂ. ലക്ഷദ്വീപുകാരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആര് വന്നു കഴിഞ്ഞാൽ, കരയിലുള്ള ആര് വന്നു കഴിഞ്ഞാൽ നല്ല നിലയിലാണ് പെരുമാറുക. നന്നായിട്ട് സൽക്കരിക്കും. ഒരു ഗസ്റ്റിനെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഒരു അതിഥിയെ ഈ നാട്ടിലോട്ട് അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സൽക്കരിക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. ഇവിടെ വന്നിട്ട് കാര്യമായ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ എഴുന്നേൽക്കും, ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങും, പിന്നെ വന്ന് കിടക്കും, ഒരു ഫുഡ് കഴിക്കും. ഇതൊക്കെ തന്നെയാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ കാര്യമായിട്ട് നടക്കാനുള്ളത്. എന്നാലും വൈകുന്നേരങ്ങളിൽ നമ്മൾ നടക്കാനിറങ്ങുന്ന വീഡിയോ ഒന്നും നമ്മൾ തുടക്കത്തിൽ നമ്മൾ എടുത്തിരുന്നു, പിന്നെ നമ്മളത് ഒഴിവാക്കിയതാണ്.
കടൽ തീരത്ത് കാണുന്ന ഈ പല ആകൃതിയിലുള്ള കല്ലുകൾ ഇവിടെ നിർമ്മിച്ചതാണ്. കാരണം മഴക്കാലമായാൽ ഈ കടൽ ശോഭിച്ചു കഴിഞ്ഞാൽ അതിനെ ചെറുത്തു നിൽക്കാനാണ് ഇങ്ങനെയുള്ള കൂനകൾ പലതും നിർമ്മിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിൽ ഇവർ സംസാരിക്കുന്ന ഭാഷയെന്നാൽ ജസരി എന്നുള്ള ലിപിയില്ലാത്ത ഭാഷയാണ്. കേൾക്കാൻ തന്നെ അതിമനോഹരമാണ്. പലതവണയായി ഞാൻ ആ സംസാരങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ചില വാക്കുകൾ എനിക്ക് പറയാനും കഴിഞ്ഞു, ചിലത് ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ മുൻപ് പറഞ്ഞ പല ആകൃതിയിലുള്ള കട്ടകളാണ് ഈ കടൽ തീരത്തുള്ളത്. ഇത് അവിടെയുള്ളവർ കളിക്കുന്ന, അതായത് ലക്ഷദ്വീപിലുള്ളവർ കളിക്കുന്ന ഷട്ടിൽ കോർട്ടാണ്. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അതായത് ചെറിയ പെണ്ണുങ്ങളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, അവരെല്ലാം ഈ കോർട്ടിൽ കളിക്കും. ഏകദേശം നടന്നൊരു ഭാഗത്തേക്കായിട്ടുണ്ട്. നമ്മൾ പല ക്ലിപ്പും കട്ട് ചെയ്തിട്ടാണ് നടക്കുന്ന വീഡിയോ ആഡാക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ കേരളത്തിൽ നിന്ന് ചരക്ക് കപ്പലിൽ വരുന്ന മണ്ണാണ്. ഈ മണ്ണൊന്നും ഈ ലക്ഷദ്വീപിലില്ല. ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്. ഇവിടെ കാണുന്നത് ആ സൈഡിലുള്ള മണൽ കണ്ടല്ലോ, അതും പിന്നെ കുറച്ച് കറുത്ത മണ്ണുണ്ട്, അതാണ് ലക്ഷദ്വീപിലുള്ളത്. ഇതെല്ലാം കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്. കടൽ നോക്കി എന്ത് രസമാണ്. നമ്മൾ എന്നും പോയി നിൽക്കണം. പല വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ജെറ്റി എന്ന് പറയും ഇവിടെ. ആ ഒരു പാലാണ്. അവിടെ നിന്നാണ് നമ്മൾ പല വീഡിയോസും എടുക്കാറുള്ളത്. അവിടെയാണ് നമ്മുടെ റൂമുള്ളത്, നമ്മൾ താമസിക്കുന്ന വീടും അവിടെയുള്ളത്. എൻ്റെ വീട് ഞാൻ ഇതിന് മുൻപ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ലക്ഷദ്വീപിൽ എവിടെ താമസിച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, മുൻപുള്ള വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണേണ്ടതാണ്. ഇതാണ് ഇവിടെ കടൽ തീരത്ത് കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച് ഒരു വീടാണ്. അതായത് ഈ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ റോഡ് സൈഡിൽ ഇരിക്കുമല്ലോ, സംസാരിച്ചിരിക്കുമല്ലോ, ഇവർ സംസാരിച്ചിരിക്കുക ഇതുപോലുള്ള കടൽ തീരത്താണ്. അപ്പോൾ ഇവിടെയുള്ള യുവാക്കൾ നിർമ്മിച്ച ഒരു വീടാണത്. ഇതൊരു മഹാന്റെ ഖബറാണ്. അതായത് പോർച്ചുഗീസുകാരോട് പറങ്കികളോട് പടപ്പെട്ടിട്ട് ഷഹീദായ ഒരു ഔലിയ, ഒരു ഷഹീദിന്റെ ഖബറാണ്. തൊട്ട് തന്നെ ഒരു പള്ളിയും ഉണ്ട്. ലക്ഷദ്വീപിൽ ഒരുപാട് മഹാന്മാരുകളുണ്ട്. ഓരോ ദ്വീപിലും പ്രഗത്ഭരായ മഹാന്മാരുകൾ ഒരുപാടുണ്ട്. ഈ ദ്വീപിൽ തന്നെയുണ്ട് അലി ആഷർ റളിയല്ലാഹു അൻഹു. അവരുടെ ചരിത്രം പറയാൻ നിന്നാൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, അത്രയും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നിങ്ങളെ ഈ വീഡിയോ കടൽ തീരം കാണിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളൂ നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലക്ഷദ്വീപിൽ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 22 ദിവസം ആയിട്ടുണ്ടാവും. ഒരു മാസം ചില്ലറയുമാണ് നമ്മളിവിടെ നിൽക്കുക. ഏകദേശം ഒരു മാസം 5 ദിവസം എന്തോ നമ്മൾ ഈ ലക്ഷദ്വീപിൽ ഉണ്ടാവും ഇവിടെ. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ ചാനലിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോസ് കാണുന്നവരെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സബ്സ്ക്രൈബർ എത്ര ആവുന്നു അനുസരിച്ചായിരിക്കും എനിക്ക് റീച്ച് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളതിലൂടെ പോകുമ്പോൾ ഒരു പൂച്ചനെ കണ്ട്, ആ പൂച്ചനെ കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾക്ക് എത്തേണ്ട സ്ഥലമായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, വീഡിയോ ഒരുപാട് ലാഗാക്കുന്നില്ല. നിങ്ങൾ കാണുന്നവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ പറയുക, നമ്മളത് തിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ഒരുപാട് കുറവുകൾ തെറ്റുകൾ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊരു പ്രൊഫഷണൽ ആക്കിയിട്ടില്ല, പിന്നെ നമുക്കിതൊരു പുതുതായി ചെയ്യുന്ന ഒരു സംരംഭമാണ്. അപ്പം ഒരുപാട് തെറ്റുകൾ കാര്യങ്ങളുണ്ടാകും, അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരുത്താനുള്ള അവസരവും ഉണ്ടാവുമല്ലോ. പിന്നെ ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇത്ര ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇനി ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. മീൻ പിടിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും വന്ന് കാണുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി, കടപ്പാട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം.